ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവജാത ശിശുക്കളിലെ ശ്വാസതടസ്സം എന്ന ഗൗരവകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിയോനേറ്റൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അവരുടെ ശ്വാസകോശം പുറം ലോകവുമായി പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയമാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ആശുപത്രികൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒന്നാണിത്. ഇത് എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കണം. എന്താണ് നോർമൽ അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ എന്ന് സംസാരിക്കാം. ഒരു കുഞ്ഞ് മിനിറ്റിൽ 40 മുതൽ 60 തവണ വരെ ശ്വസിക്കുന്നത് നോർമലാണ്. ഇതിൽ കൂടിയാൽ, അതായത് 60 തവണയിൽ കൂടുതൽ കുഞ്ഞ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ടക്കിപ്നിയ എന്ന് പറയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ശ്വാസം എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ വാരിയലിൻ്റെ ഇടയിലെ കുഴികൾ അകത്തോട്ട് വലിയുന്നുണ്ടോ എന്ന് നോക്കണം. റിട്രാക്ഷൻ എന്ന് നമ്മൾ ഇതിന് മെഡിക്കൽ ടേംസിൽ പറയും. കൂടാതെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വല്ലാതെ വികസിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നേസൽ ഫ്ലാരിങ് എന്ന് പറയും. ഓരോ ശ്വാസത്തിലും ഒരു പ്രത്യേക മൂളൽ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് ഗ്രണ്ടിങ് എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയും. ഇതെല്ലാം മെഡിക്കൽ എമർജൻസിയാണ്. ഈ ലക്ഷണങ്ങൾ എല്ലാം കാണുകയാണെങ്കിൽ കുഞ്ഞിന് തീർച്ചയായും ഒരു നിയോനേറ്റൽ ICUവിൻ്റെ കെയർ കുട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വരാറില്ല, റെയറാണ്. എങ്കിലും എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? TTN, ട്രാൻസിയൻറ്റ് ടക്കിപ്നിയ ഓഫ് ന്യൂബോൺ, അതായത് ശ്വാസകോശത്തിലെ ഫ്ലൂയിഡ് മാറാൻ താമസിക്കുന്നത് കൊണ്ട് വരുന്നത്. ഇത് മിക്കവാറും സിസേറിയൻ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അല്ലാതെയും ഒരുപാട് കേസസിലും കാണാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് MAS, അതായത് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മലം വിഴുങ്ങിയാൽ ശ്വാസതടസ്സം വരാം. മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് RDS ആണ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഇത് പ്രീ ടൈമിൻ്റെ കാര്യമാണ് മോസ്റ്റ്ലി പറയുന്നത്. സർഫാക്റ്റൻ കുറവായതുകൊണ്ട് ശ്വാസകോശം വിരിയാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പ്രീ ടൈമിൽ ഇങ്ങനെ ശ്വാസകോശം വിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫാക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ട്രക്കിയ വഴി കൊടുത്ത് ട്രക്കിയ വഴി ഈ മരുന്ന് നമ്മൾ കൊടുക്കും ലങ്സിൻ്റെ മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് കുഞ്ഞിൻ്റെ ബ്രീത്തിങ് റേറ്റ് കൂടുതലാകുകയാണെങ്കിൽ ഗ്രണ്ടിങ്, റിട്രാക്ഷൻ, നേസൽ ഫ്ലാരിങ് ഇതെല്ലാം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഓക്സിജൻ സപ്പോർട്ടുള്ള ന്യൂബോൺ ICUവിലോട്ട് കുഞ്ഞിനെ മാറ്റാൻ ശ്രമിക്കണം. അപ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുഞ്ഞിന് ശ്വാസം മുട്ട് ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ പാൽ കൊടുക്കുന്നത് നിർത്തണം. കാരണം പാൽ ശ്വാസനാളത്തിലേക്ക് പോയിട്ട് ആസ്പിറേഷനുള്ള സാധ്യതയുണ്ട്. അത് മുന്നേ പറഞ്ഞതാണ്, എന്നാൽ ഒന്നും കൂടെ പറയാണ്. ഉടൻ തന്നെ ഓക്സിജൻ സൗകര്യമുള്ള ഒരു NICUവിലോട്ട് കുട്ടിയെ എത്തിക്കണം. വൈകുന്ന ഓരോ നിമിഷവും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാൻ കാരണമാകും. ഇത്രയും ഈ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് പല അപകടങ്ങളും ഒഴിവാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പഴയ വീഡിയോകളെല്ലാം നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നമുക്ക് അടുത്ത വിഷയവുമായി നാളെ കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.